ഒക്ടോബർ 27, 2016 ഈ ഒരു സംഭവം നടക്കുന്നത്. രാജസ്ഥാനിലെ ആൽവാർ സിറ്റിയിലുള്ള ഒരു ഏരിയയിൽ ഒരു പബ്ലിക് ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ കോർപ്പറേഷൻ്റെ ആൾ വന്നിട്ട് ഡെയിലി ആ ഒരു ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് വന്നതായിരുന്നു അയാൾ അങ്ങനെ ഡസ്റ്റ്ബിൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു സംഭവം കണ്ട് പേടിച്ച് പോവുകയാണ്. വേറൊന്നുമല്ല, ഒരു മനുഷ്യൻ്റെ കാല് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതായിരുന്നു ആൾ കണ്ടത്. ഒരു കറുത്ത പോളിത്തീൻ ബാഗിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു ആ ഒരു കാല് പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നത്. ഇത് കണ്ട് പേടിച്ച ആൾ ഒച്ച വെക്കുകയാണ്. ചുറ്റും ആളുകൾ കൂടി. അതിനുശേഷം ആളുടെ മേലുദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. അതിനുശേഷം അവരെല്ലാവരും കൂടെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസുകാരും ആ ഒരു സ്ഥലത്തോട്ട് വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്തു. പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ഒരു കാലിങ്ങനെ പുറത്തോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്തോട്ട് ആ ഒരു ബോഡി ഉണ്ടാവുമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. എന്നാൽ പുറത്തോട്ടെടുത്തപ്പോൾ അതൊരു കാല് മാത്രമായിരുന്നു. എന്നാൽ ആ ഒരു കാലിൻ്റെ തൊലി ഉണ്ടായിരുന്നില്ല. തൊലി ഈ ആടിൻ്റെ ഒക്കെ തൊലി ഉലിക്കുന്നത് പോലെ ഈ തൊലി ഉലിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാല് ഇതുപോലെ തന്നെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കാലാണത്? അതുപോലെ തന്നെ ആരാണ് ഇത്ര ക്രൂരമായിട്ടുള്ള കൃത്യം ചെയ്തത്? ബാക്കിയുള്ള ബോഡി പാർട്സ് എവിടെ? ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും പോലീസിന് സ്റ്റാർട്ടിങ്ങിൽ യാതൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദിസ് സൈഡ്. ഈ ഒരു ബോഡി പാർട്ട് കിട്ടിയതിന് ശേഷം ആ ഒരു ഏരിയ കംപ്ലീറ്റ് പോലീസുകാർ അരിച്ചു പറക്കുകയാണ്. വേറെ എന്തെങ്കിലും ബോഡി പാർട്സ് വേറെ എവിടെയെങ്കിലും ഡംപ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ യാതൊരു തരത്തിലുള്ള ക്ലൂവും ഈ ഒരു കേസിൽ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പുറത്തു വരികയാണ്. സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ബാക്കിയുള്ള മീഡിയാസിലൊക്കെ വരികയാണ്. എന്നാലും വലിയ ലീഡായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്നാൽ അടുത്ത 2-3 ദിവസങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സിറ്റികളിൽ പല പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇതേപോലെ തന്നെ ബോഡി പാർട്സ് കണ്ടെടുക്കുകയായിരുന്നു. അതായത് കാല്, തുടഭാഗം, അതുപോലെ തന്നെ മേൽഭാഗം, കൈഭാഗം, അങ്ങനെ പല പാർട്സ് കണ്ടെത്തി. തല അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതെല്ലാതും കൂടെയും ഒരാളുടേതാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ലാബിലോട്ട് അയച്ചു. DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരാളുടെ ബോഡി പാർട്സ് ആണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇതൊരു സ്ത്രീയുടെ ബോഡി പാർട്ടാണെന്നും അതുപോലെ തന്നെ 20-25 വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണിത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാവുകയാണ്. പോരാത്തതിന് ബോഡിയിൽ നിന്ന് സ്കിന്ന് വരെ ചെത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രൂരത നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്താണ്. ഇത് ആരുടെ ബോഡിയാണ് എന്ന് പോലീസിന് ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പോലീസുകാർ എല്ലാ സ്റ്റേഷനിലോട്ടും അലേർട്ട് കൊടുക്കുകയാണ്. 20-25 വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ള ഏതെങ്കിലും പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടോ, ഏതെങ്കിലും മിസ്സിംഗ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ, അത്തരത്തിലുള്ള അലേർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. എന്നാൽ പോലീസിന് യാതൊരു തരത്തിലുള്ള ഇൻഫോർമേഷനും കിട്ടിയില്ല. അതായത് യാതൊരു തരത്തിലും ഈ ഒരു ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഉള്ള ഒരു പെൺകുട്ടിയും മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ബോഡി പാർട്സും കിട്ടിയിട്ട് 3 ദിവസം കഴിഞ്ഞു. ഏകദേശം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ പോലീസുകാർ നിൽക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ആ ഒരു തല കൂടെ ലഭിക്കുന്നത്. എന്നാൽ ആ ഒരു തല ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്ര തരത്തിൽ വികൃതമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പോലീസുകാരും ഇതുപോലെ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ഷെയർ ചെയ്യുകയാണ്. പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഒരു കോള് പോലീസിന് വരികയാണ്. ആൽവാർ സിറ്റിയിൽ നിന്നായിരുന്നു കോള് വന്നത്. ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സംശയിക്കുന്ന പെൺകുട്ടിയാണോ അത് എന്ന് എനിക്ക് അറിയില്ല, എന്നാൽ എനിക്കൊരു സംശയം ഉണ്ടെന്നുള്ളൊരു കാര്യം ആൾ പറയുകയാണ്. ആളുടെ അയൽവാസിയായിരുന്നു യോഗേഷ്. അപ്പോൾ ആളുടെ വൈഫ് എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ഒരു പെൺകുട്ടിയെ കാണാനില്ല. ആ പെൺകുട്ടിക്ക് ഏകദേശം ഒരു 20-25 ഇടയിലായിരിക്കും പ്രായം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പെൺകുട്ടിയാണോ അത് എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. ഈ വിവരം പറഞ്ഞ പോലീസുകാർ നേരെ തന്നെ യോഗേഷിൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ്. വീട്ടിൽ ആ ഒരു സമയത്ത് യോഗേഷും അതുപോലെ തന്നെ 3 വയസ്സുള്ള ആളുടെ മകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആളോട് ഭാര്യ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഭാര്യ ജോലിക്ക് പോയിരിക്കുകയാണെന്ന്. അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇതുപോലെ തന്നെ ചെറിയ ബിസിനസ്സാണ്, അതായത് റോഡ് സൈഡിൽ പലഹാരങ്ങളും മറ്റൊക്കെ വിൽക്കുന്ന ബിസിനസ്സാണ്. അപ്പോൾ ഭാര്യ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ മകളെ നോക്കി ഇവിടെ ഇരിക്കും. അപ്പോൾ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഭാര്യ തിരിച്ചു വരും. അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് ഞാൻ പുറത്തു പോകും. അപ്പോൾ ഭാര്യ കുഞ്ഞിനെ നോക്കും. നിങ്ങൾക്ക് ഞങ്ങളെ 2 പേരെയും ഒരുമിച്ച് കാണണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഞാനല്ലാന്നുണ്ടെങ്കിൽ വൈഫ് ആണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നിങ്ങൾ 7 മണിക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യനെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം ആൾ പറയുകയാണ്.
അപ്പോൾ പോലീസുകാരും വിചാരിച്ചു ഓക്കെ ഇത് ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും, മിസ്ലീഡിംഗ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചു. അതിനുശേഷം പോലീസുകാർ ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്ത ആളുണ്ടല്ലോ ആളെ പോയിട്ട് കാണുകയാണ്. എന്നിട്ട് ആളോട് പറഞ്ഞു ഈ 7 മണി വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്ക്, ആൾ 7 മണിയാകുമ്പോൾ ഭാര്യ തിരിച്ചു വരും എന്നാണ് പറയുന്നത് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ഭാര്യ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഫോമും ചെയ്യാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ നൈബർ നൈസായിട്ട് 7 മണി വരെ നോക്കി, ആ സമയത്ത് ഭാര്യ വന്നില്ല. 7-8 എന്നിട്ടും വന്നില്ല. അപ്പോൾ ആൾ പോലീസിന് ഇൻഫോം ചെയ്യുകയാണ്. 8-9 10 എന്നിട്ടും ഭാര്യയും വന്നില്ല, ആരും വന്നില്ല. പോലീസുകാർ ആ ഒരു സ്ഥലത്തോട്ടെത്തി നോക്കുമ്പോൾ ആ ഒരു വീട് പൂട്ടി കിടക്കുകയായിരുന്നു. അവിടെ ആളും ഉണ്ടായിരുന്നില്ല, ആ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു മുകളിലത്തെ ഫ്ലോറിലായിരുന്നു, താഴത്തെ ഫ്ലോറിൽ ആ വീടിൻ്റെ ഓണറായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ ഓണറിനെ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഓണർ പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യോഗേഷ് കുറേ കാലമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. ആളുടെ വൈഫ് ദീപാവലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലോട്ട് പോയതാണ്. ഒരു 10-15 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു കാര്യമാണ് തൻ്റെ അടുത്ത് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അപ്പോൾ യോഗേഷ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് ഭാര്യ ജോലിക്ക് പോയിന്ന്. ഇപ്പോൾ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദീപാവലിക്ക് നാട്ടിൽ പോയി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ തന്നെ പോലീസിന് ഇയാളാണിത് ചെയ്തത് എന്നുള്ളൊരു കാര്യം ഏകദേശം ഉറപ്പാവുകയാണ്. അപ്പോൾ ഈ ഓണറിൻ്റെ അടുത്ത് യോഗേഷിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ചോദിക്കുകയാണ്. അപ്പോൾ ഓണർ പറഞ്ഞു ആളോട് താമസം തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷമായി. ഈ 6 വർഷത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. 6 വർഷം മുന്നേ എനിക്കൊരു അഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അഡ്രസ്സ് കൊടുക്കുകയാണ്. ഹരിയാനയിലുള്ള ഒരു അഡ്രസ്സായിരുന്നു അത്. അങ്ങനെ ഒരു ഹരിയാന പോലീസിനെ കോൺടാക്ട് ചെയ്യുകയാണ്. ഹരിയാന പോലീസ് കറക്റ്റ് ആ ഒരു ലൊക്കേഷനിൽ പോയി നോക്കി. അപ്പോൾ ആ ഒരു വീട്ടിൽ യോഗേഷും അതുപോലെ തന്നെ ആളുടെ 3 വയസ്സുള്ള മകളും ഉണ്ടായിരുന്നു, എന്നാൽ ആളുടെ ഭാര്യ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ആളെ അറസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ രാജസ്ഥാൻ പോലീസിന് കൈമാറുകയാണ്. അതിനുശേഷം ആളെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ പോലീസിനെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ 2ാമത്തെ ഭാര്യയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ള സ്ത്രീ, അല്ലാന്നുണ്ടെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീ. ആദ്യത്തെ ഭാര്യ ഇയാൾക്ക് എന്താ പറയുക ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം ഇയാൾ ഉപേക്ഷിച്ചിങ്ങായിട്ട് പോവുകയാണ്. അപ്പോൾ പോലീസുകാർ ആദ്യത്തെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ആദ്യ ഭാര്യ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കൂടെ ജീവിക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തനിക്കൊരു പെൺകുഞ്ഞുണ്ടായിട്ടും താൻ അവിടെ നിന്ന് പോയത്, ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ് താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതെന്നുള്ള കാര്യം പറയുകയാണ്. അതായത് വല്ലാത്ത സംശയവും അതുപോലെ തന്നെ വല്ലാത്ത ഉപദ്രവമാണ് ഇയാളുടെ പക്കൽ നിന്ന് ഉണ്ടാകാറുള്ളത്. അത് താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് താൻ പോയതെന്നുള്ളൊരു കാര്യം പറയുകയാണ്. ഒരു സ്ത്രീക്കും ആളുടെ കൂടെ ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും ആളുടെ ആദ്യ ഭാര്യ സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ പോലീസ് ആകെപ്പാടെ ഞെട്ടി. ഇത് 2ാമത്തെ ഭാര്യ ആരാണ് എന്നുള്ളൊരു കാര്യം പെട്ടെന്നുകൊണ്ട് അന്വേഷിച്ചിട്ടൊന്നും മനസ്സിലായില്ല പോലീസിന്. അപ്പോൾ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ ആദ്യ ഭാര്യ പോയതിന് ശേഷം ആളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും ഒരു കല്യാണം കൂടെ കഴിക്കാനായിട്ട് പറയുകയാണ്. കാരണം 3 വയസ്സുള്ളൊരു കുട്ടിയും കാര്യങ്ങളുണ്ടല്ലോ, നിനക്കും കുട്ടിക്ക് ഒരു കൂട്ടാവെന്ന് പറഞ്ഞു. ഇയാൾ ഒരുപാടധികം കല്യാണമൊക്കെ അന്വേഷിച്ചു, എന്നാൽ ഇയാൾക്ക് എന്താ പറയുക വിവാഹാലോചനകളൊന്നും റെഡിയായില്ല. അങ്ങനെ പെണ്ണ് കിട്ടാതിരിക്കുന്ന ആ ഒരു സമയത്ത് ഇയാളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സോ അങ്ങനെ ആരോ ഇയാളുടെ അടുത്തൊരു കാര്യം പറയുകയാണ്, ബീഹാറിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെണ്ണ് കിട്ടും. അതായത് അവിടെ ചില ഫാമിലീസ് ഉണ്ട്, അവർ പെൺമക്കളെ വിൽക്കും. അപ്പോൾ അവർക്ക് കാശ് കൊടുത്ത് ഇങ്ങേറ്റ് നിനക്ക് വാങ്ങാം, അതിനുശേഷം നിനക്ക് അവരെ കല്യാണം കഴിച്ചിങ്ങേറ്റ് ഭാര്യയായിട്ട് താമസിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഫണ്ട് സംഘടിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അങ്ങനെ ഒരു സ്ത്രീയെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ ബീഹാറിലോട്ട് വണ്ടി കയറുകയാണ്. 25,000 രൂപ കൊടുത്തിട്ടായിരുന്നു ആ ഒരു സ്ത്രീയെ ഇയാൾ വാങ്ങിയത്. ആരതി ദേവി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. പേരൻസിന് കാശും കൊടുത്തുങ്ങായിട്ട് ആ പെൺകുട്ടിയെയും വാങ്ങിയിട്ട് കല്യാണവും കഴിച്ച ആൾ നേരെ രാജസ്ഥാനിലോട്ട് വന്നു. അതിനുശേഷം വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ നല്ല രീതിയിൽ ഇവർക്ക് ജീവിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അതിനുശേഷം ഇയാൾ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി, ആ ഒരു സ്ത്രീയെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. 25,000 രൂപയൊക്കെ നിൻ്റെ വീട്ടുകാരെ നിന്നെ എനിക്ക് വിറ്റു, അതിനു മുന്നേ നിന്നെ എത്ര പേർക്ക് അവർ വിറ്റിട്ടുണ്ടായിരുന്നു, നീ എത്ര പേരെ കൂടെ പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങി. നീ ഇപ്പം എത്ര പേരെ കൂടെ പോകുന്നുണ്ട്, അങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇയാൾ ആ ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ സ്ഥിരമായിട്ട് അടിയുണ്ടാവുകയാണ്. അങ്ങനെ സാധാരണഗതിയിലുള്ള ഒരു തല്ലുപിടുത്തമായിരുന്നു ഒക്ടോബർ 22-ാം തീയതി നടന്നത്. എന്നാൽ ആ ഒരു തല്ലുപിടുത്തം കുറച്ച് സ്ട്രോങ് ആവുകയാണ്. ഇയാളടിച്ച അടിയിൽ ഈ ആരതി ദേവി നിലത്ത് വീഴുകയാണ്, മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ ബോഡി ഡിസ്പോസ് ചെയ്യണമല്ലോ, പോലീസുകാർ കണ്ടുപിടിക്കാനും പാടില്ല. അപ്പോൾ ഇയാൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ സ്കിന്ന് ഉലിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതിനുശേഷം ബോഡി പീസാക്കി. അതിനുശേഷം തന്തൂരി ആക്കുന്നത് പോലെ ആ ഒരു ബോഡി ചുട്ടെടുക്കുകയാണ്. അതിനുശേഷം ആ ബോഡി ആൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചു. പിന്നീട് ഒരു 5 ദിവസങ്ങൾക്കിടയിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ബോഡി പാർട്ട് ആൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്തു.
അതും പല പല സ്ഥലത്താണ് ചെയ്തത്, പല പല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ചെയ്തത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പാർട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ പോലീസിനാകെ പാടെ കൺഫ്യൂഷൻ ആവും, ഈ ഒരു കേസ് എങ്ങോട്ടും എത്തില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു ആൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസുകാർ ആദ്യത്തെ ആ ഒരു കാല് കിട്ടിയപ്പോഴേക്കും എല്ലാ പോലീസ് സ്റ്റേഷനിലും അലേർട്ട് ചെയ്തു. അതിനുശേഷം വളരെയധികം കോർഡിനേറ്റ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒരാളുടെ ബോഡി പാർട്ടാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയാണ്. പോലീസിന് ഇത്രത്തോളം കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അയാൾക്ക് തീരെ എന്താ പറയുക ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ആരതി ദേവി എന്ന് പറയുന്ന ബീഹാറിലെ പാവപ്പെട്ട ആ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യം. ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട്, അതായത് ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് ആ പെൺകുട്ടി പഠിച്ചിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അത്രയും പട്ടിണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനുശേഷം ഒരു പ്രായമായപ്പോൾ ആ പെൺകുട്ടീനെ പാരൻസ് തന്നെ വിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, പാരൻസ് തന്നെ വിൽക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അതിനുശേഷം ഒരു കല്യാണം എന്നുള്ളൊരു കാര്യമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്ത് ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരാൾ, അതിനുശേഷം ഭർത്താവിൻ്റെ കൈ കൊണ്ട് തന്നെ മരിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ. എന്തൊരു ജീവിതമാണല്ലേ. ആ ഒരു ജീവിതത്തിൽ സന്തോഷം എന്നുള്ളൊരു സംഭവം എന്താണ് എന്നുള്ളത് പോലും ചിലപ്പോൾ ആ ഒരു പെൺകുട്ടി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.